6 വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി വിസ്മയമാവുകയാണ് പാലക്കാട് സ്വദേശിയായ മോഫിസ്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മറ്റെവിടെയെങ്കിലും വന്നിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല. ഇതൊരു മലയാള ചാനലിൽ വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും വിശ്വസിക്കാതിരിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. പാലക്കാട് ജില്ലയിൽ നിന്നാണ് അത്ഭുതകരമായിട്ട് വിശുദ്ധ ഖുർആനിൽ അത്ഭുതം തീർക്കുന്ന ഈ കുട്ടിയുടെ വാർത്ത ഞാൻ കണ്ടത്. എന്തായാലും ഇത്രയും ചെറുപ്രായത്തിൽ ഇതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആളുകൾ നമ്മൾ അൾജീരിയയിലൊക്കെ നമ്മളിങ്ങനെ വാർത്ത കണ്ടിട്ടുണ്ട്. നമ്മളതൊക്കെ വലിയ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു 99% വിശ്വസിക്കുമ്പോൾ നമ്മൾ കരുതും ബാക്കിയൊന്നും നമ്മുടെ നാട്ടിലല്ലല്ലോ, വിശ്വസിക്കാൻ കൊള്ളൂലല്ലോ. ഇത് പാലക്കാട് നിന്നാണ് ഈ മീഡിയ നമ്മളുടെ വാർത്ത. നിങ്ങൾ എത്ര പേര് ഈ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വാർത്തകളൊന്ന് കാണും. കാരണം ഇത് വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ടുള്ള അത്ഭുതം തീർത്തൊരു കുട്ടിയെക്കുറിച്ചുള്ള വാർത്തയാണ്. അൽഹംദുലില്ലാ, ആ കുട്ടി എത്ര നല്ല ഭാഗ്യവാനല്ലേ. നമുക്ക് ആ കുട്ടിയുടെ വാർത്ത ഒന്ന് കാണാം. നമുക്ക് 6 വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി വിസ്മയമാവുകയാണ് പാലക്കാട് സ്വദേശിയായ മോഫിസ്. മലപ്പുറം രണ്ടത്താണിയിലെ ദ വെർച്യു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മോഫിസ് പഠനം പൂർത്തിയാക്കിയത്. ഖുർആനുമായി ബന്ധപ്പെട്ട 3 ലോക റെക്കോർഡുകളുണ്ട് ഈ കൊച്ചുമിടുക്കന്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس ألف لام ميم صاد ألف لام را كتاب أحكمت آياته ثم فصلت ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل. 6 വയസ്സുകാരനായ മോഫിസിന്റെ ഓർമ്മശക്തി ആരെയും അത്ഭുതപ്പെടുത്തും. ഖുർആനിലെ ഏതു ഭാഗവും ചോദിച്ചാൽ നിഷ്പ്രയാസം പാരായണം ചെയ്യും. രണ്ടത്താണിയിലെ ദ വെർച്യു ഓൺലൈൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് 1.5 വർഷം കൊണ്ടാണ് മോഫിസ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഖുർആൻ വാക്യങ്ങൾ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ മോഫിസിന് കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പാലക്കാട് സ്വദേശിയായ മോഫിസിനെ രക്ഷിതാക്കൾ ദ വെർച്യു ഓൺലൈനിൽ ചേർക്കുന്നത്. 1 ഇയർ സ്റ്റേജിലാണ് ഞാൻ ഒരു സൂറ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് റിസൈറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനത് പോസ് ചെയ്തു. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ബേബി ലാംഗ്വേജിൽ കുട്ടി ഓതുന്നത് ഞാൻ നോട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചത്, ഓക്കെ ഹീസ് ഗ്രാസ്പിങ്. നമ്മൾ റിസൈറ്റ് ചെയ്യുന്നത് കുട്ടി നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ബേബി നോട്ടീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹീസ് ഗ്രാസ്പിങ് എവറിത്തിങ്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ്. സോ അപ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമുക്ക് വൈ കാണ്ട് ഐ യൂട്ടിലൈസ് ഒരു 1 ഇയർ ഹിഫ്ളിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മലപ്പുറം വെച്ച് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാണ്. മോഫിസും കുടുംബവും രണ്ടത്താണിയിൽ വീടെടുത്ത് താമസമാക്കിയാണ് പഠനം പൂർത്തിയാക്കിയത്. 5 വയസ്സിനുള്ളിൽ അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡ്സിനുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും മോഫിസിനെ തേടിയെത്തിയിട്ടുണ്ട്. 2 വർഷം പോലും എടുത്തിട്ടില്ല കുട്ടി 30 ജുസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ കുട്ടിയുടെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ളതാണ്. മാഷാഅല്ലാ 3 വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. സൂപ്പർ ടാലൻറ്റഡ് കിഡിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ തന്നെയാണ് മറ്റ് 2 വേൾഡ് റെക്കോർഡ് ഉള്ളത്. ഒരു ജുസ് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ഇരുത്തത്തിന് 30 ജുസ് ഓതി. അതേപോലെ തന്നെ 5 ജുസാണ് അതിനുശേഷം കുട്ടി കാണാതെ ഓതിയിട്ടുണ്ടായിരുന്നത്. കളിയിലും ഖുർആനുമായി ബന്ധപ്പെട്ട ഗെയിമുകളാണ് മോഫിസിന് ഇഷ്ടം. ഇനിയും ഖുർആനുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളിലേക്ക് നീങ്ങാനാണ് ഈ 6 വയസ്സുകാരൻ്റെ ആഗ്രഹം. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുട്ടിയെക്കുറിച്ചിട്ടോ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇവർക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ മീഡിയ വണ്ണിലാണ് ഈ ഒരു വാർത്ത കണ്ടത്. നമ്മൾ ഈ കണ്ടൊരു വാർത്തയും മീഡിയ വണ്ണിലേതാണ്. ഒരു പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന ഉമ്മയും കുട്ടിയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തത് സന്തോഷമായിരുന്നു. കാരണം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ മക്കൾ ഒരു ഹർഫ് ഖുർആനെങ്കിലും പഠിച്ചാൽ അൽഹംദുലില്ലാ, അല്ലെ, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ഫാത്തിഹയെങ്കിലും നമ്മൾ കാണാതെ പഠിക്കണം എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഖുർആൻ മുഴുവനും മനഃപ്പാടാക്കിയ ആളുകൾ 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഖുർആൻ മനഃപ്പാടാക്കുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര എളുപ്പമാണ്, ചിലർക്ക് ഭയങ്കര ടാസ്ക്കാണ്. ഈ ഖുർആൻ മനഃപ്പാഠമാക്കൽ ഭയങ്കര എളുപ്പമാണെങ്കിലും അത് നിലനിർത്തൽ എന്താണ് ഭയങ്കര ഗൗരവമുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഖുർആൻ ഹാഫിദാക്കുക എന്നുള്ളതിന്. ട്രെൻഡിലേക്ക് പോകരുത് എന്നൊക്കെ ഉണർത്തുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായാലും ഈ കുട്ടി മഹാഭാഗ്യവാന്മാരായ കുട്ടിയാണ്, ഭാഗ്യവാനായ കുട്ടിയാണ്. ആ കുട്ടിയുടെ ആഗ്രഹം തന്നെ ഖുർആൻ കൊണ്ടുള്ള ഗെയിമാണ്. ചില കുട്ടികൾക്ക് അള്ളാഹു ഇങ്ങനെ കനിഞ്ഞരുളുന്ന പ്രത്യേക ഭാഗ്യങ്ങൾ കൊടുക്കും. എന്തായാലും ആ രക്ഷിതാക്കൾ മഹാഭാഗ്യം ചെയ്ത ആളുകളാണ്.
ആ കുട്ടിക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു സന്തോഷങ്ങൾ നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പം ഞാനിവിടെ തിരുവനന്തപുരത്താണ്. ഞാൻ പണിമുടക്ക് അറിഞ്ഞിട്ട് വന്നതല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വേണ്ടിയിട്ട് ഒരു നിർബന്ധമായിട്ട് വരേണ്ട ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ പണിമുടക്കുണ്ട് എന്നുള്ളത്. ഞാൻ ഇന്ന് ബുധനാഴ്ച രാത്രിയാണ് ഇരുന്ന് ട്രെയിൻ, ബുധനാഴ്ച രാവിലെയാണ് ഞാൻ പണിമുടക്കുള്ളത് അറിഞ്ഞത്. യാത്ര നമുക്ക് മാറ്റിവെക്കാനും പറ്റാത്തൊരു സാഹചര്യമായി. വന്നിറങ്ങിയ സമയത്ത് ഞാനവിടെ ഒരു 5 മണി 5:15 സമയത്താണ് ഞാൻ തിരുവനന്തപുരം നോർത്തിൽ വന്നിറങ്ങിയത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ വീണ്ടും എന്ത് ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ, നാഗർകോവിലേക്ക് പോവുള്ളൂ. നമുക്കാണെങ്കിൽ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രേക്കാണ് വരേണ്ടത്. ഒരു 5-8 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഓട്ടോറിക്ഷക്കാർ 100-300 രൂപ ചാർജൊക്കെ വാങ്ങിക്കുക. നമ്മളതിൽ കയറിയില്ല. ആ ഒരു മണിക്കൂർ നേരം സുബഹി വണ്ടിയിൽ നിന്ന് നിസ്കരിച്ച് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒരു 6:30 അല്ല ഒരു 6:45-7 മണിയാകുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരം സെൻറ്ററിൽ വന്നത്. അവിടുന്ന് വന്നപാട് നമുക്കറിയാം ഹർത്താലാണെന്ന്, ഒരു പക്ഷേ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്നറിയാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് അനുവദിച്ച ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അധ്യാപകരാണ് കൂടെ ഉള്ളത്. ആ ഫ്ലാറ്റിൽ വന്ന് ഞങ്ങൾക്ക് അനുവദിച്ച റൂം കിട്ടി. പക്ഷേ ഭക്ഷണം അൽഹംദുലില്ലാ അവരുടെ ഒരു ക്യാൻറ്റീനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങാനും ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ആദ്യം ഫുഡ് കഴിച്ച് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നില്ല. ഒരു കട്ടൻ ചായ കുടിച്ചു. എന്നിട്ട് നമുക്ക് പോകാനിടത്തേക്ക് പോകാനൊരു വണ്ടിയില്ല. കിലോമീറ്ററുകളോളം നമ്മൾ നടന്ന് സെക്രട്ടേറിയറ്റിൽ പോകുന്ന YMC എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു യൂത്ത് ഫോറുണ്ട്. ഇപ്പോൾ നമ്മൾ SSF SKSF എന്നൊക്കെ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ഒരു യൂത്ത് വിഭാഗത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിലാണ് ഞങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ കുറേ നടന്ന് ചെന്ന് അവിടെ ചെന്ന് ഞങ്ങളുടെ ലഞ്ച് അവിടെ നിന്നായിരുന്നു. ഉച്ചഭക്ഷണം അവിടെ ഉണ്ടായിരുന്നത്. നല്ല സദ്യ, നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. വേറെ പുറത്തുനിന്ന് വേറെ ഭക്ഷണമൊന്നും കിട്ടാൻ ഇപ്പോൾ ഒന്ന് കുറേ നടന്നിട്ടാണ്, കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. അങ്ങോട്ട് നടന്ന് അവിടുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂടെയാണ് പിന്നെ ഞങ്ങളുടെ നടന്ന് അറിയാലോ പാളയം പള്ളി, കേരളത്തിലെ അതിപ്രശസ്തമായ പള്ളികളിലൊന്നാണ് പാളയം പള്ളി പോയി. പാളയം പള്ളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പണ്ട് ഒരു ഓർമ്മ വരും, പാളയം ഇമാം. എനിക്കിപ്പോൾ പാളയം ഇമാം എന്നുള്ള ഓർമ്മ വരും. അവിടെയാണ് കമലാസുരയ്യയുടെ മഖാമുള്ളത്. പാവം ഒരുപാട് നോവലുകളും ഇതൊക്കെ എഴുതി അവരൊരു എന്താ പറയുക വളരെ സ്വാത്വികയായിട്ട് ജീവിച്ച് മരണപ്പെട്ടു പോയൊരു വനിതയാണ്. അവരുടെ ഖബറിടം പ്രത്യേക അടയാളപ്പെടുത്തലൊന്നുമില്ല. ഒരു ചെടി, ഒരു ആയുർവേദ ഒരു ചെടി നട്ടിട്ട് അതാണ് അവരുടെ ഖബറിൻ്റെ ഒരു അടയാളം. അത് അടയാളങ്ങൾ കണ്ടില്ലേ, നാരകച്ചെടിയോ അങ്ങനെ എന്തോ ഒരു ചെടിയാണ് അവരേറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു ചെടി പോലും അല്ല അത്. ഒരു പ്രത്യേക അടയാളമെങ്കിലും ഒരു പേരെങ്കിലും ഒന്ന് എഴുതി വെക്കാമായിരുന്നു. അത് കമലാസുരയുടെ മുമ്പ് അവിടെ കമലാസുരയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മീസാങ്കല്ല് ഇപ്പോൾ മീസാങ്കല്ലൊന്നും ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ അവിടെ. അതന്നെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് അവിടെ എന്നുള്ളത്. ആ ഒരു പള്ളിക്കാട്ടിൽ മലയാളി എന്നും ഓർമ്മിക്കും അവരാഗ്രഹിച്ചിരുന്നതാണ് പാളയം പള്ളിയിൽ എന്നെ ഖബറടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെ വന്നു, ഞാനൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലായിട്ട് പാളയം പള്ളിയിൽ നിന്ന് അസറും ദുഹറൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് കുറേ നടക്കാനുണ്ട്. നടന്ന് ഞാൻ എൻ്റെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ കാലൊരു വിധായി. അങ്ങനെ നടന്ന് വീണ്ടും ഫ്ലാറ്റിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി കറങ്ങാനുണ്ട്. വൈകുന്നേരം ഒരു ചായ കിട്ടുന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും കടകൾ തുറന്നിട്ട് വരുമ്പോൾ തന്നെ വെള്ളത്തിന് ദാഹിച്ചിട്ടേ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. ആ കാട്ടിൽ നിന്ന് ഒരു 4-5 കുപ്പി വെള്ളം വാങ്ങി, പിന്നെ കുറച്ച് ഈത്തപ്പഴം ഇതൊക്കെ വാങ്ങി. എന്തോ ഒരു ചെറിയ പെട്ടി കട തുറന്നായിരുന്നു, മിൽമയുടെ ഒരു കടയായിരുന്നു. അതിന് വാങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു ആശ്വാസമായി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടകൾ ഉണ്ടാവണമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു എന്തിനാണ് ഈ പണിമുടക്ക്? ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നത് ഞാൻ ആളല്ല. പക്ഷേ ഇതുപോലെ ചില പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബക്കാരെ വീടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വെള്ളിയാഴ്ച രാത്രി 12:30 ഞാൻ ഇവിടുന്ന് തിരിക്കുക. ശനിയാഴ്ച പുലർച്ചെ നാട്ടിലെത്തും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവണം. അപ്പോൾ ആ കുട്ടിയുടെ വിശേഷങ്ങളായിരുന്നു പങ്കുവച്ചത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.